ടൂറിസത്തിന് അനവധി സാധ്യതകളുള്ള നാടാണ് കേരളം. വൻ വികസനത്തിനായി വിഴിഞ്ഞം തുറമുഖം തുടക്കമിടുമ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് ടൂറിസത്തിനു കൂടി സാധ്യത കണ്ടുകൊണ്ട് അവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പുറപ്പാടിലാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെത്തിയത് ഈ പദ്ധതിയുടെ പ്രചാരണത്തിനും വികസനത്തിനുമായുള്ള രൂപരേഖ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സംസാരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തുകയും ലൈറ്റ് ഹൗസ് ടൂറിസത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി വികസന പദ്ധതികൾ തയ്യാറാക്കുകയുമായിരുന്നു മന്ത്രിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. സർക്കാരും ടൂറിസം ഏജൻസികളും തദ്ദേശവാസികളും പദ്ധതിയിൽ മുതൽ മുടക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വകാര്യ നിക്ഷേപകരും ഒത്തുചേർന്നുള്ള സമഗ്രമായ ഒരു ടീം വർക്കാണ് ചർച്ചയിൽ മന്ത്രി മുന്നോട്ട് വച്ചത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കളിക്കുവാനുള്ള സ്ഥലവും പാർക്കും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഇവിടേക്ക് നിരവധി പേരെയാണ് ആകർഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾക്കനുസൃതമായി ലൈറ്റ് ഹൗസുകളെ നമ്മുടെ കടൽ തീരങ്ങളിലെ സാംസ്കാരിക തനിമയുടെ അടയാളമായി കണ്ട് അതിലെ ടൂറിസം സാധ്യതകൾക്ക് പുതിയ മാനം നൽകുകയാണ് ഷിപ്പിംഗ് മന്ത്രാലയം. 2024 ഏപ്രിൽ മുതൽ ജൂൺ വരെ 5 ലക്ഷം ടൂറിസ്റ്റുകളാണ് ലൈറ്റ് ഹൗസുകൾ സന്ദർശിക്കുവാൻ എത്തിയിട്ടുള്ളത്. വിനോദത്തിനു പുറമെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടത്തിനും ഈ പദ്ധതി കാരണമാകും. സന്ദർശകരുടെ ഒഴുക്ക് തദ്ദേശത്തിലുള്ളവർക്കും കച്ചവടക്കാർക്കും വൻ അവസരങ്ങളാണ് നൽകുന്നത്. സാമ്പത്തികമായി ഉന്നതിയിൽ എത്തുവാനുള്ള അവസരം കൂടിയാണ് ലൈറ്റ് ഹൗസ് ടൂറിസം നൽകുന്നത്. അനേകം സമീപവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും സാമ്പത്തിക ഉന്നതിക്കും ഇത് സഹായകരമാവുന്നതോടൊപ്പം ചെറുകിട മെയിൻ്റനൻസ് കോൺട്രാക്ടേഴ്സിനും അവരുടെ തൊഴിലാളികൾക്കും കൂടി ഇവിടെ തൊഴിൽ ലഭിക്കുന്നു. പൂർത്തിയാകുന്ന പാർക്കുകളും അക്യുപഞ്ചർ പാതയും മ്യൂസിക്കൽ ഫൗണ്ടേഷനും മറ്റ് സൗകര്യങ്ങളും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിനോദത്തിനുള്ള വേദിയൊരുക്കുമ്പോൾ സ്വാഭാവികമായും അത് അവരുടെ ലൈഫ് ക്വാളിറ്റിയെയും മികച്ചതാക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടൂറിസത്തിന് സാധ്യതകളുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ 75 ലൈറ്റ് ഹൗസുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. മൻ കി ബാത്തിന്റെ 75ാമത്തെ എപ്പിസോഡിൽ പ്രധാനമന്ത്രി ലൈറ്റ് ഹൗസ് ടൂറിസത്തിനെ കുറിച്ച് പരാമർശിച്ചിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം വികസനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. വിഴിഞ്ഞത്ത് ലൈറ്റ് ഹൗസിന് മുകളിൽ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ പ്രായമായവർക്കും ദിവ്യാംഗർക്കും ലിഫ്റ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മൃഗങ്ങളുടെ പ്രതിമകളോടൊപ്പം സെൽഫി എടുക്കാവുന്ന സെൽഫി പോയിന്റുകളും സന്ദർശകർക്കായി പ്രത്യേകം കഫറ്റേരിയയും വിശ്രമത്തിനായി നിർമ്മിച്ച മനോഹരമായ മാടങ്ങളും വിഴിഞ്ഞം ലൈറ്റ് ഹൗസിനെ മനോഹരമാക്കുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ലൈറ്റ് ഹൗസും കൊച്ചിയിലെ ഡയറക്ടർ ഓഫ് ലൈറ്റ് ഹൗസും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷൻ ലക്ഷ്യത്തിലെത്തിക്കുവാൻ നൽകിയ സമർപ്പണവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. പുതിയ സാധ്യതകൾ തേടിയുള്ള ഈ പ്രയത്നത്തിൽ കൂടുതൽ വിനോദം, കൂടുതൽ തൊഴിലവസരങ്ങൾ, തദ്ദേശീയവാസികൾക്ക് പുതിയ വിപണന മേഖല, ഇതെല്ലാം സമഗ്രമായ വികസനത്തിന്റെ സാധ്യതകളാണ് നൽകുന്നത്.